ഒരുമിച്ച് ചേരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയില് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തിന്റെ മുൻപാകെ പരിശോധിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ വാക്യങ്ങൾക്ക് ശേഷമുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. നമ്മൾ 2 കൊരിന്ത്യര് ഒരുമിച്ച് പഠിക്കാം എന്ന് ആശിക്കുകയാണ്. അതാണ് നമ്മളുടെ ഇനിയുള്ള ചില നാളുകളിലെ പരിശ്രമം. 2 കൊരിന്ത്യർ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. മനസ്സിലുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകും. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകും. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം പ്രാർത്ഥിക്കും. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ്രയിച്ചിരിക്കും. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ഞാൻ വായിച്ച വാക്യം ശ്രദ്ധിച്ചെങ്കിൽ ആവർത്തിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കും. ഒന്ന്, കഷ്ടത എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. 2, ആശ്വാസം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. നമുക്ക് ജീവിതത്തില് നോക്കിയാൽ കഷ്ടത എന്ന് പറയുന്നത് ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയില് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിശദീകരിക്കുവാനായിട്ട് പ്രയാസം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ കഷ്ടത, വേദന എന്ന് പറയുന്നതായിരിക്കുന്നത്. പഴയ കാലം പോലെ തന്നെ ദൈവമക്കളെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കഷ്ടതയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിൽ കഷ്ടതയെ വിശദീകരിക്കാനായിട്ട് എഴുതിയ 2 പുസ്തകങ്ങൾ പ്രസിദ്ധമാണ്. ഒന്ന്, ഒരുപക്ഷെ ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് ദ പ്രോബ്ലം ഓഫ് പെയിൻ എന്ന് പറയുന്നതായിരിക്കുന്ന C.S. ലൂയിസ് എന്ന് പറയുന്നതായിരിക്കുന്ന ദേവദാസൻ എഴുതിയ പുസ്തകമാണ്. അത് കഷ്ടതയെ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ദൈവിക കാഴ്ചപ്പാടിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതായിരിക്കുന്ന പുസ്തകമാണ്. അതുപോലെ തന്നെ നമ്മുടെ വർത്തമാനകാലത്ത് എഴുതപ്പെട്ട വേറെ ഒരു പുസ്തകമാണ് Where is God when it hurts എന്ന് പറയുന്ന ഫിലിപ്പ് യാൻസി എന്ന് പറയുന്നതായിരിക്കുന്നയാള് എഴുതുന്നതായിരിക്കുന്ന പുസ്തകം. അത് കഷ്ടതകളെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് നമ്മളോട് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. അതിന് C.S. ലൂയിസ് പറയുന്ന ഒരു പ്രസ്താവന പറഞ്ഞ് ഞാൻ ഈ വാക്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം വേദനകളെ കുറിച്ച്, കഷ്ടതകളെ കുറിച്ച് പറഞ്ഞു, ദൈവം നമ്മളുടെ സന്തോഷത്തിൽ നമ്മളോട് മന്ത്രിക്കുന്നു, എന്നാൽ കഷ്ടതയിൽ ദൈവം നമ്മളോട് ഉച്ചഭാഷയിൽ സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം. നമ്മുടെ സന്തോഷത്തിൽ ദൈവം നമ്മളോട് മന്ത്രിക്കുകയാണ് ചെയ്യുന്നത്, എന്നാൽ നമ്മുടെ കഷ്ടതയില് ദൈവം ഉച്ചഭാഷണിയിൽ കൂടെ സംസാരിക്കുന്നത് പോലെ നമ്മളോട് സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കഷ്ടതയില് മനുഷ്യരുടെ ശ്രദ്ധ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരുക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞാല് നമ്മൾ വേണമെങ്കിൽ നമുക്ക് അവഗണിക്കാം. കഠിനമായിരിക്കുന്ന വേദനയുടെ നടുവില്
നമുക്ക് അങ്ങനെ ദൈവത്തെ അവഗണിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് ചെവി കൊടുക്കുവാൻ ഉള്ളതായിരിക്കുന്ന ഒരു ആവശ്യമുണ്ട് എന്നാണ് C.S. ലൂയിസ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കഷ്ടത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രയോജനരഹിതമായിരിക്കുന്ന ഒരു പരിപാടിയല്ല, ലക്ഷ്യമില്ലാത്ത അബദ്ധത്തിൽ വന്നുകൂടിയതായിരിക്കുന്ന ഒരു ക്രമീകരണമല്ല കഷ്ടത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഫിലിപ്പിയാൻസ് പറയുന്ന പ്രസ്താവന എനിക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കഷ്ടതയിൽ വേദന എന്ന് പറയുന്നത് വർത്തമാനകാലത്ത് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. വർത്തമാനകാലത്ത് അനിവാര്യമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് വേദന എന്ന് പറയുന്നത്. വേദന ഇല്ലാത്ത മനുഷ്യരുണ്ട് കേട്ടോ. അവരെ നമ്മൾ എന്താ പറയുന്നറിയോ? കുഷ്ഠരോഗികൾ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അവർക്ക് വേദനയില്ല, അവരുടെ അവയവങ്ങളൊക്കെ വേദന അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അതാണ്. എന്നാൽ കുഷ്ഠരോഗികളെ നിങ്ങൾ കണ്ടാൽ അവരെ നിങ്ങൾ അഭിനന്ദിക്കുകയില്ല എന്നെനിക്കറിയാം. കാരണം എന്താ അറിയാമോ? അത് കാരണം അവർക്ക് വേദന ഇല്ലാത്തത് കൊണ്ട് വന്നതായിരിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. വേദന ഇല്ലാത്തത് കൊണ്ട് വന്നതായിരിക്കുന്ന ദുരിതമാണ്. കൈകളിലെ വിരലുകളില്ല, കാലിലെ വിരലുകളില്ല, ശരീരത്തിലെ പല ഭാഗങ്ങളില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ നിയന്ത്രിക്കുവാനായിട്ട് വേദന എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ക്രമീകരണം അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. നമ്മള് എന്തെങ്കിലും ഒരു സാധനം തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് കഴിഞ്ഞില്ല, വേദന എടുക്കും. അതുകൊണ്ട് എന്നാൽ കുഷ്ഠരോഗികളായിരിക്കുന്ന ആളുകളുടെ വേദന ഇല്ലാത്തതുകൊണ്ട് കയ്യോ അവരുടെ അവയവങ്ങളോ ഒന്നും അതിന് മാരകമായിരിക്കുന്ന ദോഷം സംഭവിക്കും എന്നുള്ളത് അറിയാതെ അതിനെ ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന സാധ്യത. അപ്പൊ അതുകൊണ്ട് കഷ്ടത എന്ന് പറയുന്നത്, വേദന എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ക്രമീകരണമാണ്. എന്നാൽ കഷ്ടതയെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. ദൈവഹിത പ്രകാരം കഷ്ടതയെ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ അത് അനുഗ്രഹമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. കഷ്ടതയെ ദൈവഹിത പ്രകാരം നമ്മൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായി തീരും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് കഷ്ടതയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ 3 കാര്യങ്ങൾ കഷ്ടതയുടെ പ്രയോജനമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. അതാണ് നിങ്ങളോട് ഒരുമിച്ച് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഷ്ടത കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും? ഒന്നാമത് അദ്ദേഹം പറയുന്നതായിരിക്കുന്ന കാര്യം, കഷ്ടത നമ്മളെ ആശ്വാസപ്രദന്മാരിൽ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ആളുകളാക്കി തീർക്കും എന്നുള്ളതാണ് കഷ്ടതയുടെ ആദ്യത്തെ പ്രയോജനമായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ ക്രമീകരണമാണ്. നമ്മുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുവാൻ, അതിനെ രൂപപ്പെടുത്തുവാൻ, അതിനെ ഭംഗി വരുത്തുവാൻ, അത് മറ്റു മനുഷ്യർക്ക് പ്രയോജനകരമായ രീതിയിൽ ആക്കി തീർക്കുവാനുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ക്രമീകരണമാണ് കഷ്ടത എന്നുള്ളതാണ് ആദ്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. നമ്മളെ ആശ്വാസകന്മാർ, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടത്. അപ്പൊ കഷ്ടതയുടെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടതയിലുള്ളതായിരിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന കരുത്ത് നമുക്ക് നൽകുക എന്നുള്ളതാണ് കഷ്ടതയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് കർത്താവ് നമ്മളോട്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. കഷ്ടത അനുഭവിക്കുന്നതായിരിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന കരുത്ത്, കഷ്ടത ദൈവഹിത പ്രകാരം അനുഭവിച്ച് അതിനെ തരണം ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ പറയാം, കഷ്ടത നമ്മളെ ആശ്വാസകന്മാരാക്കാനായിട്ട് അതിനുള്ളതായിരിക്കുന്ന അത് നമുക്ക് സാധിക്കും. കഷ്ടതയ്ക്ക് നമ്മളെ ആശ്വാസകന്മാർ ആക്കാനായിട്ട് സാധിക്കും. അവിടെ എങ്ങനെയാണ് ദൈവം നമ്മളെ ഈ ആശ്വാസകന്മാർ എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ആശ്വാസപ്രദൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് നിങ്ങൾ ഒരു വിഷയം കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാരാക്ലീറ്റ് എന്നാണ് ആ വാക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ആശ്വാസം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ കലയോ എന്ന് പറയുന്നതായിരിക്കും. 2 വാക്കുകളാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ നടുവില് നമ്മുടെ അടുക്കലേക്ക് വന്ന്, നമ്മുടെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി, ആ കഷ്ടതയിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ആ
വ്യക്തിയാണ് നമ്മൾ ആശ്വാസകൻ, ആശ്വാസപ്രദൻ എന്ന് പറയുന്നത്. നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന ആ വ്യക്തി. ദൈവത്തെ കുറിച്ച് അങ്ങനെയാണ് ബൈബിള് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ വാക്യങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. ദൈവം നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടതകളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ആശ്വാസത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിലുള്ള പിതാവ്, സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴുന്നത്. ദൈവത്തെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് താൻ ആരംഭിക്കുന്ന ഈ പ്രസ്താവനയിൽ താൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനസ്സലിവുള്ള ദൈവമാണ്, മനസ്സലിവിന്റെ പിതാവാണ്, സർവാശ്വാസവും നൽകുന്ന ദൈവമാണ്, യേശുക്രിസ്തുവിന്റെ പിതാവായിരിക്കുന്ന ദൈവമാണ്. ആ നിലയിലാണ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളോട് മനസ്സലിവ് കാണിക്കുന്നതായിരിക്കുന്ന ദൈവം, അതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം വരുത്തുന്നതായിരിക്കുന്ന ദൈവം, നമ്മുടെ കഷ്ടതയിൽ നമ്മളോട് പരിഗണന ഉള്ളതായിരിക്കുന്ന ദൈവം, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ അദ്ദേഹം പറയുന്നതായിരിക്കുന്ന വാക്ക് സർവാശ്വാസവും നൽകുന്ന. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലില്ല. നിങ്ങൾ ആശ്വാസം പ്രാപിക്കുന്ന ആളുകളാണോ? ഓ ആരും ട്രബിൾ? ഞാൻ പറയാം, നിങ്ങൾ ശരിയായ രീതിയിൽ ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കുവാൻ മനസ്സ് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. അവന്റെ സാന്നിധ്യം നമ്മളുടെ ആശ്വാസമാണ്, ധൈര്യമാണ്. അത് നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ the problem is with us. അതിനെക്കുറിച്ച് പറയല്ലോ, ദൈവവും നിങ്ങളും തമ്മിൽ അകന്നെങ്കിൽ ആരാ മാറിയത്? ദൈവവും നമ്മൾ തമ്മിൽ അകൽച്ചയുണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ ആരാ മാറിയത്? തമ്പുരാൻ മാറുന്നത് കേട്ടോ, നമ്മൾ മാറുന്നതാണ്. നമുക്കിത് ആശ്വാസമില്ലെങ്കിൽ ദൈവം ആശ്വാസം തരാൻ കഴിയാത്തയാളായതുകൊണ്ടല്ല, ആ ആശ്വാസം പ്രാപിക്കാനായിട്ട് നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് ആശ്വാസം പ്രാപിക്കാത്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയാത്തതായിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളുണ്ടോ? ദൈവത്തിന്റെ കരുണയ്ക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തിന് ഇടപെടലിനും പരിഹരിക്കുവാൻ കഴിയാത്ത ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ടോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ചോദിക്കുന്നുണ്ടോ? സർവശക്തനായ സർവകാരുണ്യവാനായിരിക്കുന്ന നമ്മുടെ രക്ഷയ്ക്കായിട്ട് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്ന, നമ്മളോട് പരിഗണനയുള്ള ഈ കർത്താവിന് പരിഹരിക്കാൻ വയ്യാത്ത, ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ എന്റെ പൊന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലില്ല. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. നമ്മളെ അടുക്കലേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന ദൈവമാണ്. അതാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ സങ്കടമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഷ്ടതകൾ വരുമ്പോൾ ചില പറയുമല്ലോ, ഏറ്റവും താഴെ ചെന്നാൽ പിന്നെ എങ്ങോട്ടേ നോക്കാൻ പറ്റുള്ളൂ, മേലോട്ടേ നോക്കാൻ ഒക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. ദൈവത്തെ കാണുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അതിനെക്കുറിച്ച് പിന്നീട് അപ്പോസ്തലനായ പൗലോസ് പറയും, ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോടുള്ളതായിരിക്കും നമ്മുടെ ബന്ധം പരിമിതമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവം ഇടപെടുന്നു എന്നുള്ളത് അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന അവകാശം നമുക്കുണ്ട്. അവൻ നമ്മുടെ പിതാവാണ്, നമ്മുടെ കർത്താവാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു, നമ്മെ സ്നേഹിച്ച വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഏകാന്തരാണോ? നമ്മൾ തനിയാണോ? അല്ലെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളെ ആശ്വാസകന്മാരാക്കാനുള്ള ദൈവത്തിന്റെ പരിപാടിയിൽ ഒന്നാമത് പറയാൻ സാധിക്കും. ദൈവം നമ്മെ ആശ്വാസകന്മാരാക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഒന്നാമത്തെ അതിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ, യാതൊരു കഷ്ടങ്ങളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ആശ്വാസം, ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ പരിപാടി, പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? പലവിധ കഷ്ടമുണ്ട് കേട്ടോ, പലവിധ കഷ്ടം.
രോഗത്തിന്റെ കഷ്ടമുണ്ട്, സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കഷ്ടമുണ്ട്, വ്യക്തിബന്ധങ്ങളിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളുടെ കഷ്ടമുണ്ട്. എന്തെല്ലാം തരത്തിലാണ് കഷ്ടങ്ങൾ വരുന്നത്. എന്നാൽ ഈ കഷ്ടങ്ങളെ ഒക്കെ നേരിടുവാനായിട്ടുള്ള ദൈവകൃപ ദൈവസന്നിധിയിൽ ലഭ്യമാണ്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാൻ, അതിനെ തരണം ചെയ്യുവാൻ, അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാൽ സാധിക്കും എന്നാണ് ദൈവത്തിന് വചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ കഷ്ടത്തിലാണ് എങ്കിൽ, നിങ്ങൾ സങ്കടത്തിലാണ് എങ്കിൽ, നിങ്ങൾ പ്രതിസന്ധിയിലാണ് എങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ ആശ്വാസവും പ്രാപിക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. ആർ യു കംഫർട്ടഡ്? നിങ്ങൾ ആശ്വാസം പ്രാപിച്ച ആളാണോ? ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാൻ കൈയിന്റെ കാര്യം ഓർത്തു. കൈയിനോട് ദൈവം ചോദിച്ചു, നിന്റെ മുഖം എന്താ പാടിയിരിക്കുന്നത്? നിനക്കെന്നാ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിന്റെ മുഖം പാടിയിരിക്കുന്നത് എന്ത്? മുഖം പാടിയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തമ്പരാന് മുഖത്ത് അടുക്കലേക്ക് മുഖം തിരിക്കാൻ മനസ്സില്ലാത്തവരാണ്. അവന്റെ ഹൃദയത്തിൽ ചില ദുഷ്ടചിന്തകൾ അവന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അവന്റെ സഹോദരൻ ഉപദ്രവം ചെയ്യാൻ അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് അവന്റെ പ്രശ്നം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, പാപത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ സൂക്ഷിച്ചോണം എന്ന് കൈയിനോട് പറഞ്ഞു. നിന്റെ മുഖം പാടിയിരിക്കുന്നത്. എന്റെ പോലെ സഹോദരങ്ങളെ ഞാൻ പറയാം, ദൈവ ജനത്തിനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന അവരുടെ സന്തോഷമാണ്. അവരുടെ മുഖത്ത് നോക്കിയ സന്തോഷമുള്ള ആൾക്കാർ. അതിനെക്കുറിച്ച് മാർട്ടിൻ ലൂതറിന്റെ ഭാര്യ ഒരിക്കൽ മാർട്ടിൻ ലൂതറിനോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ദുഃഖിച്ച് സങ്കടപ്പെട്ട്, പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഈ ഡിപ്രഷൻ. ഒന്നും രണ്ട് ദിവസം പുള്ളി ചുമ്മാതെ പതച്ച് അങ്ങ് കിടക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ തന്റെ ഭാര്യ ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് മരിച്ചുപോയി. അപ്പോഴത്തേക്ക് ദൂരത്തിന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ആരാ മരിച്ചത് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ദൈവം മരിച്ചുപോയി. എന്താ അങ്ങനെ പറഞ്ഞത് ചോദിച്ചു. ഉടനെ പറഞ്ഞു, കിടപ്പ് കണ്ടിട്ട് അങ്ങനെയാണല്ലോ, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ പ്രസംഗിച്ച, നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിച്ചതായിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് സഹായമാണ് എങ്കിൽ ഇങ്ങനെ ജീവിതത്തെ നേടുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ആ ഭക്തയായ സ്ത്രീയെ മാർട്ടിനോട് ചോദിച്ചു. യുവർ ഗോഡ് ഈസ് ഡെഡ്. How can be so despairing? നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവനായി, പ്രത്യാശയില്ലാത്തവനായി, മുഖം പാടുന്നവനായി ഇരിക്കുവാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, if you are despairing of your life, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രതീക്ഷയില്ലാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആശ്വാസം സ്വീകരിക്കാത്തവരാണ്. നിങ്ങളെ സഹായിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് വചനം പറയുന്നത്. സർവാശ്വാസത്തിന്റെ ഉറവിടമാണ് അവൻ. നമ്മളെ സ്നേഹിക്കുന്ന മനസ്സിലുള്ള ദൈവമാണ്. മനസ്സിലുള്ള ദൈവം എന്തൊരു ഭയങ്കര മനസ്സിലുള്ളതായിരിക്കുന്ന ദൈവം. ചില ആളുകളോടൊക്കെയുള്ള എന്റെ ഇടപാടുകളിൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലൊന്നുമില്ലല്ലോ, എനിക്ക് ദേഷ്യമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു പാസ്റ്റർ, പുള്ളി കൗൺസിലിങ്ങിന് പോകത്തില്ലെന്ന്. പുള്ളി കൗൺസിലിങ്ങിന് പോകത്തില്ല. പുള്ളിയാണ് ആരെങ്കിലും കൗൺസിലിങ്ങിന് വരാതെ പുള്ളി ചോദിക്കും, എന്താ പ്രശ്നം? സാറേ, എനിക്ക് മനപ്രയാസപ്പെടണോ, സന്തോഷമായിട്ട് വീട്ടിൽ പോകും. എന്ത് പുള്ളി ഞാന് ഈ കൗൺസിലിങ്ങിനൊന്നും പോകത്തില്ല. അപ്പൊ മനുഷ്യനെങ്ങനെ മനപ്രയാസപ്പെടാൻ ആവശ്യമില്ലത് പെട്ടെന്ന് പറയാനുള്ള ഒരു പ്രവണതയായിരിക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ് കേട്ടോ. ഞാൻ പറയും, എന്തിനാ പ്രശ്നമുണ്ടാക്കില്ല, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നത് എന്തിനാ, പ്രയാസം തീർക്കരുത് എന്ന് തമ്പുരാൻ പറയുന്നത്. ദൈവം അങ്ങനെ പറയില്ല. ദൈവം നമ്മളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ സങ്കടങ്ങളെ അറിയുവാൻ, നമ്മുടെ അടുക്കലേക്ക് വരുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ മനസ്സുള്ളതായിരിക്കുന്ന കർത്താവാണ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു ലാസർ മരിച്ച സമയത്ത് മാർത്തയുടെയും മറിയയുടെ അടുക്കിലേക്ക് വന്നു. മറിയ കർത്താവിന്റെ അടുത്ത് വന്ന് കരഞ്ഞു, എനിക്കിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്നത്. ചില മിനിറ്റുകൾ കഴിഞ്ഞ് ലാസർ ഉയർപ്പിക്കാനായിട്ട് ദൈവത്തിരിക്കുന്നത് അതില്ലാതിരിക്കുക. പിന്നെ കർത്താവ് പറഞ്ഞില്ല,
യേശു കണ്ണുനീർ വാർത്തു എന്നാണ് യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്. എന്തിനാ കർത്താവ് പറഞ്ഞത്? നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നു, നമ്മുടെ ഹൃദയത്തിന് വേദനയെ മനസ്സിലാക്കുന്നു, നമ്മളോട് പരിതപിക്കുന്ന, സഹതപിക്കുന്ന അങ്ങനെ ഒരു കർത്താവാണ് നമുക്കുള്ളത്. സർവാശ്വാസത്തിന്റെയും ഉടമസ്ഥനാണ് ദൈവം എന്ന് മാത്രമല്ല, മനസ്സിലുള്ള കർത്താവാണ്. നമ്മുടെ പ്രശ്നങ്ങളെ അറിയുവാൻ, നമ്മുടെ വേദനകളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ അടുക്കലേക്ക് വരുവാൻ, പ്രശ്നങ്ങൾ ഇടപെടുവാൻ മനസ്സുള്ളതായിരിക്കുന്നത് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആശ്വാസകന്മാരാകാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആദ്യമേ പറയുന്ന കാര്യമാണ്. രണ്ടാമത് ആശ്വാസകന്മാരാകാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് മറ്റുള്ള ആളുകളെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ ശക്തരാകേണ്ടതായിട്ടാണ്. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് മറ്റു മനുഷ്യരെ ആശ്വസിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന കരുത്ത് നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. അല്ലെ ഞാൻ പറയാം, ദൈവത്തിന്റെ ആശ്വാസം എന്ന് പറയാൻ ജീവിത രൂപാന്തരത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മുടെ ജീവിതം ഇടപെടുന്നത് നമ്മുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്താനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റു മനുഷ്യർക്ക് കഷ്ടം അനുഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്, അതിനെ എങ്ങനെ നേരിടാനായിട്ട് കഴിയും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന മനുഷ്യരാക്കി തീർക്കാനായിട്ടാണ്. ഞാൻ ചോദിക്കാം, നിങ്ങള് നന്നായിട്ട് പരീക്ഷ എഴുതുന്ന ആളാണ് എങ്കിൽ, പരീക്ഷയിൽ ഇതുപോലെയൊക്കെയുള്ള സമാനമായ ചോദ്യമാണ് വരുന്നതെങ്കിൽ, അടുത്ത പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പിള്ളേരോട് കുഞ്ഞെ ഇങ്ങനെയൊക്കെ തയ്യാറായാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് നമ്മളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, അല്ലേ? ഇല്ലേ? We can teach them because this is the way to face the examination. ഇങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ നേരിടാൻ സാധിക്കും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, the world is filled with people who are in trouble. ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന, വേദന അനുഭവിക്കുന്നതായിരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are in a world where people are hurting. വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് ദൈവകൃപയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ, സുവിശേഷത്താൽ നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന്, നാം കഷ്ടതയെ നേരിട്ട് അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെ എന്തിനാ കഷ്ടത? കഷ്ടത നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട്. എങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത്, പ്രശ്നങ്ങളെ നേരിടേണ്ടത്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹാരം വരുത്തുന്നത്, ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, എന്ത് വ്യതിയാനമാണ് വരുത്തേണ്ടത് എന്നതിനെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രശ്നങ്ങളുടെ നടുവിൽ വളരെ ഗാഢമായി ചിന്തിച്ച് അതിന് പരിഹാരം ദൈവസന്നിധിയിൽ കണ്ടതായിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രശ്നത്തിലിരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവർ പ്രാപ്തരായിട്ട് തീരും എന്നുള്ളതാണ് ദൈവത്തിന്റെ മകൻ നമ്മളോട് പറയുന്നത്. അവിടെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ആശ്വസിക്കണം, നമ്മൾ ആശ്വാസകന്മാരാകണമെങ്കിൽ. അല്ലാതെ നമുക്ക് ആശ്വാസപ്രദന്മാരാകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ദൈവം നമ്മുടെ കഷ്ടതയും നൽകുന്നതായിരിക്കുന്ന ഈ ആശ്വാസം, അത് നമ്മുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തി പ്രശ്നങ്ങളെ നേരിടുന്നത് എങ്ങനെയാണ് എന്ന് ദൈവകൃപയാലുള്ള പരിശീലനം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവഹിതപ്രകാരമുള്ള ആശ്വാസകന്മാരായിട്ട് തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത് ആശ്വാസകന്മാരാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും, കഷ്ടതകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ആശ്വാസവും വർദ്ധിക്കും. മോർ എക്സ്പീരിയൻസ്, മോർ ഗ്രേസ് ദാറ്റ് വി ക്യാൻ ഇംപാർട്ട് ടു അതേഴ്സ്. കഷ്ടതകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ ആശ്വാസവും ദൈവത്തിന്റെ കൃപയും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതായിരിക്കുന്ന കഷ്ടങ്ങളെ നാം പാഴാക്കാതിരിക്കുന്നുവെങ്കിൽ, അതിനോട് ദൈവഹിതപ്രകാരം പ്രതികരിക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ അതെന്തുകൊണ്ടാണ്, അതിനുള്ളതായിരിക്കുന്ന പരിഹാരം എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്, ഞാൻ ഏത് നിലയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ദൈവഹിതപ്രകാരം ചിന്തിച്ച് അതിന് ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് സാധിച്ചാൽ മറ്റു മനുഷ്യർ ഇതേ ഘട്ടത്തിലാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരോട് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ സാധിക്കുന്നത് പറയാൻ പറ്റും. ക്യാൻസർ രോഗത്തെ നേരിട്ട ഒരാള് മറ്റൊരു ക്യാൻസർ രോഗിക്ക് എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് പറഞ്ഞു കൊടുക്കാൻ നന്നായി നേരിട്ട ആളാണെങ്കിൽ
അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇതൊക്കെയാണ് അതിന്റെ പ്രിക്കോഷൻ എന്ന് പറയുന്നത്, ഈ നിലയിലൊക്കെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കാനാണ് സാധിക്കും. ഞാനൊരു ക്യാൻസർ രോഗിയുടെ അടുത്ത് ചെന്ന് സഹോദരനൊന്നും മരങ്ങളൊന്നും വേണ്ട, കീമോ എടുത്താലൊന്നും അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ജീവിതം? അതെ, അപ്പൊ എന്നോട് ചോദിക്കും, ബാബു ജോത്സവം ക്യാൻസർ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ആയെന്നാ പിന്നെ അല്ലെ? എന്റെ പൊതുസഹോദരൻ, ജീവിതത്തിലെ അനുഭവങ്ങൾ, ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന കഷ്ടതകൾ, അതിനെ ദൈവിക പ്രകാരം നേരിട്ടതായിരിക്കുന്ന നമ്മുടെ പരിചയം, അത് നമ്മളെ മറ്റുള്ള മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവരുടെ ജീവിതത്തിന് അവർക്ക് ദൈവിക പ്രകാരമുള്ള ഉപദേശം നൽകുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുകയാണ്. ഞാൻ കാര്യം പറയാം, ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയും അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ളതല്ല കേട്ടോ. അത് ദൈവത്തിന്റെ ഉദ്ദേശമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നമ്മളെ ഈ ലോകത്തിൽ കർത്താവിന്റെ ശുശ്രൂഷകന്മാരായിട്ട്, മറ്റു മനുഷ്യർക്ക് പ്രയോജനമുള്ളവരായിട്ട് അങ്ങനെ നിർത്താനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്റെ സങ്കടം, എന്റെ പ്രയാസം, എന്റെ കഷ്ടത, ഇതൊക്കെ എന്താ തീരുന്നത് അല്ലെ? പാട്ടുമൊക്കെ ഉണ്ടല്ലോ, എന്റെ കഷ്ടം എന്ന് തീരുവോ എന്ന് പറഞ്ഞ് പാട്ടുമൊക്കെ പാടിയൊക്കെ ഇരിക്കുക. ദൈവജനത്തെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളായിട്ട് മാത്രമല്ല, പിന്നെയോ അവരെ ആശ്വാസകന്മാരായിട്ട്, മറ്റു മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ആശ്വാസം പകരുന്ന, അവർക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ കഴിയുന്ന, ഈ ഭാരമുള്ള ലോകത്തില് അവരുടെ ഭാരങ്ങളെ ചുമക്കുവാനായിട്ട് അവരുടെ തോളുകൾക്ക് ബലമുള്ള ആളുകളായിട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ നമ്മൾ എങ്ങനെ നേരിടുന്നത്? ആ കഷ്ടതകളെ ചില അവസരങ്ങളിൽ നേരിടുന്നതെന്ന് ചോദിച്ചാല് കഷ്ടതയുടെ സാഹചര്യം എല്ലാം നമുക്ക് ഒഴിവാക്കാം അല്ലേ? ഇവിടുന്ന് ഓടാം, ഇവിടുന്ന് പോകാം, വേറെ സ്ഥലത്തേക്കില്ല. അങ്ങനെയൊന്നും നമുക്ക് കഷ്ടതയെ നേരിടാൻ നടക്കത്തില്ല. നമ്മുടെ കഷ്ടതയെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിൽക്കണ്ട, കഷ്ടതയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ബോംബെക്ക് നല്ല സ്ഥലമാണ്. കഷ്ടത നേരിടാനായിട്ട് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ബോംബെ. ഈ കഷ്ടതയെ കൊണ്ടല്ലയോ ബോംബെ ചേർന്നത്? കഷ്ടതയിൽ ഇട്ടേച്ചു പോകാൻ പറ്റുന്നെങ്കിൽ കൊള്ളാറുണ്ട്. when you go, you carry your burden with you. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രത്യേകതകളും ഈ പരിപാടികളെ എല്ലാം ചുമന്നുകൊണ്ടേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശരിയായിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണ് ശരിയായ സമീപനം. ഇതിനെന്താണ് പരിഹാരം? ഇതിനെന്ത് വ്യതിയാനം വരുത്തണം? ഞാൻ ഏത് നിലയിൽ മാനസാന്തരപ്പെടണം? എന്ത് വ്യത്യാസമാണ് വരേണ്ടത്? ഇതാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. നാം ദൈവഹിതപ്രകാരം പരിഗണിക്കുന്നുവെങ്കിൽ കഷ്ടങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ ആശ്വാസം നമ്മുടെ ജീവിതങ്ങൾ വർദ്ധിക്കും. കഷ്ടങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ആശ്വാസം വർദ്ധിക്കും. ഒരിക്കല് പാത്രം, ചൈന പാത്രങ്ങൾ, പൊട്ടിപ്പോകുന്ന പാത്രങ്ങളാണ്, അത് വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് ചെന്നപ്പോൾ ഒരാള് ഒരേ തരത്തിലുള്ളതായിരിക്കുന്ന പാത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഒരു ഗ്രൂപ്പ് പാത്രത്തിന് ഭയങ്കര വില, മറ്റേതിനത്ര വിലയില്ല. ദൈവഹിതപ്രകാരം പ്രതികരിക്കുന്നത് കൊണ്ടുള്ളതായിരുന്ന പ്രയോജനത്തെ കുറിച്ച് ഞാൻ പറയാം. കൂടുതൽ കഷ്ടം അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൃപയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അവിടെ ഈ കടയിൽ ചെന്നപ്പം ഒരു കൂട്ടം പാത്രങ്ങൾക്ക് ഭയങ്കര വില, മറ്റേ പാത്രങ്ങൾക്ക് അത്ര വിലയില്ല. അവരെ ഞാൻ ചോദിച്ചപ്പോൾ ഈ പാത്രങ്ങൾ കൂടുതൽ നേരം തീയിലിരുന്നതാണ്, അതുകൊണ്ടാണ് അതിന് വിലക്കുള്ളത്. കൂടുതൽ തീയിലിരുന്ന പാത്രമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പൊട്ടി പോകില്ല. അത് ഇത് സഫേർഡ് ലോങ്കർ. കഷ്ടത അനുഗ്രഹമായിട്ട് തീരും. കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഒരു വലിയ ആശ്വാസമായിട്ട് തീരും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ വിജിക്ക് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് നിക്ക് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥിതിയിലാകാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. കൈകൾ രണ്ടുമില്ല, രണ്ട് കാലുമില്ല. ലോകത്തിലൊരു മനുഷ്യന് പരാതി പറയാനായിട്ട് അനുവാദം ഉണ്ടെങ്കിൽ അത് നിൽക്കുന്നില്ല. എന്നെ ദൈവം ഇട്ടിട്ടുണ്ട്, കൈ രണ്ട് കൈയിലും രണ്ട് കാലുമില്ല. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന പ്രൊമോട്ടർ, മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയും എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു. അദ്ദേഹത്തെ കാണുന്നത് ഒരു അനുഗ്രഹമാണ്, അദ്ദേഹത്തെ കാണുന്ന ഒരു ആവേശമാണ്. ജീവിതത്തിൽ കരഞ്ഞ്
പ്രതികൂലങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് യാതൊരു നിർവാഹമില്ലാത്തൊരു മനുഷ്യനായി ജീവിതത്തില് റെസിഗ്നേഷൻ നടത്തിയായിരുന്ന ആളല്ല അദ്ദേഹം. രണ്ട് കാലും രണ്ട് കൈയില്ലെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് ദൈവകൃപയാൽ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നീണ്ടു കേട്ടു. നിങ്ങളുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ വയ്യാതെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ബോംബെയുടെ കരിമീതികളുടെ സൂചന പറയാനാണ് മനുഷ്യനൊന്നുണ്ട്. കണ്ടു കാലമില്ലാത്ത മനുഷ്യനാണ്. അതിലൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. എന്റെ മനസ്സോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുവാൻ കഴിയുന്ന ആവേശം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യർക്കല്ല ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ കഷ്ടങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ശുദ്ധി വന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞ മനുഷ്യരാണ് മറ്റു മനുഷ്യരെ സ്വാധീനിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ കഷ്ടങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? എന്റെ കഷ്ടങ്ങളെ എങ്ങനെയാണ് ഞാൻ നേരിടുന്നത്? ദൈവിക പ്രകാരം നേരിടുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആശ്വാസം ലഭിക്കുമെന്ന് മാത്രമല്ല, ആശ്വാസകന്മാരായിട്ട് തീരുന്നത്. കഷ്ടതയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെ ആശ്വസിപ്പിക്കുന്നു മാത്രമല്ല, ദൈവം നമ്മളെ ആശ്വാസകന്മാരായിട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് കഷ്ടതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെ കണ്ടാൽ മനുഷ്യർക്ക് ആവേശം ഉണ്ടാകണം, ജീവിതത്തിന് പ്രതീക്ഷ ഉണ്ടാകണം, ദൈവത്തിന് ആശ്രയിക്കുവാനായിട്ട് മനുഷ്യർ നിർബന്ധിക്കണം. അതാണ് പറഞ്ഞപ്പോഴായിട്ട്. എന്നാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവിതത്തിന്റെ ഏത് കഷ്ടതകളെയും ഏത് പ്രതികൂലങ്ങളെയും ദൈവഹിത പ്രകാരം നേരിടുവാനുള്ളതായിരിക്കുന്ന ദൈവകൃപ സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുമെന്നതായിരിക്കും. ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, നമ്മളുടെ എറിക്സൺ കാർഡ് അല്ലെ, ജോണി എറിക്സൺ കാർഡ് 18 വയസ്സുള്ള ഒരു പെൺകൊച്ച്, നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള ആളാണ്. താഴേക്ക് ചാടി വെള്ളത്തിൽ ആഴുണ്ടെന്ന് വിചാരിച്ചാൽ ചാടി, പക്ഷെ ആഴയില്ല. തല ചെന്ന് നിലത്തിൽ കഴുത്തൊടിഞ്ഞു പോയി. സ്പൈനൽ കോഡ് അവിടെ താഴോട്ട് പ്രവർത്തിക്കില്ല. തലയല്ലാതെ മറ്റൊരു ഭാഗം അനങ്ങിയില്ല. തലയല്ലാതെ ഒരു ഭാഗം അനങ്ങിയില്ല. ഏകദേശം 50 വർഷമായി ആ സ്ത്രീയെ ശരീരം അനക്കാൻ കഴിയാത്ത നിലയിലാണ്. എന്നല്ല പറയാം, ലോകത്തിലുള്ള ലക്ഷവും ലക്ഷം മനുഷ്യരെ സ്വാധീനിച്ചൊരു ദൈവഭക്തിയാണ് സ്ത്രീ. ജോണി എറിക്സന്റെ കേരളത്തിലും ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകളെ സ്വാധീനിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരിൽ വീൽ ചെയറുകളുടെ ആളുകൾ ലക്ഷവും ലക്ഷം ആളുകളെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ദൈവം വരുത്തതായിരിക്കും, ദൈവം അനുവദിച്ചതായിരിക്കുന്ന ഈ കഷ്ടത, എങ്ങനെ കഷ്ടത നേരിടുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് കരുത്തു തരും എന്നുള്ളതിന് ഒരു പ്രദർശനമായി തരുവാൻ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എളുപ്പമൊന്നുമായിരുന്നില്ല കേട്ടോ, എളുപ്പമൊന്നുമായിരുന്നില്ല. It was a great struggle, but by the grace of God, she learned how to handle the troubles and the struggles that God has brought into her life. അവരുടെ ജീവിതത്തിൽ വരുന്നതായിരുന്ന കഷ്ടങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് എന്നത് ലോകത്തുള്ള അനേക ഇടങ്ങളില് ഹാൻഡിക്യാപ്ഡായിട്ട് അല്ലെങ്കിൽ ബലഹീനരായിരിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായി ജോണി ആൻഡ് ഫ്രണ്ട്സ് അത് അങ്ങനെ തീരാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ കഷ്ടത, കർത്താവിനുള്ളതായിരിക്കുന്ന കഷ്ടത വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവം നൽകുന്നതായിരിക്കുന്ന കൃപയും സാധ്യതയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. നമ്മുടെ കഷ്ടതകൾ കൂടിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്ക് സഹിക്കാൻ പറ്റിയ എന്തോരം ഭയങ്കര എന്റെ മറ്റു സഹോദരങ്ങളെ, ഈ കഷ്ടത നമ്മളെ രൂപപ്പെടുത്താനായിട്ട് അനുവദിക്കേ, നമ്മളെ വ്യത്യാസപ്പെടുത്താനായിട്ട് നമ്മൾ അനുവദിക്കേ, നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടട്ടെ, നമ്മുടെ ജീവിതം ഭംഗിയുള്ളതായി തീരട്ടെ, സ്നേഹിക്കുവാനുള്ളതായിരിക്കുന്ന കരുത്ത് അത് നമുക്ക് തരട്ടെ, നമ്മുടെ സ്വാർത്ഥമായ ജീവിതത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കട്ടെ, കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. അതിനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതാണ് ജീവിതത്തിന്റെ അർത്ഥം, അതാണ് ജീവിതത്തിന്റെ മനോഹരത എന്ന് പറയുന്നത്. നമ്മളൊരു ചെറിയ ജീവിതം നമ്മുടേതായിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് ആ നിലയിൽ ജീവിതത്തെ അവസാനിപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെ തുറന്നുവിട്ട് നമുക്കറിയാമല്ലോ, ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കർത്താവിന്റെ കാലിൽ ഒഴിച്ചതായിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. അത് സുഗന്ധം എപ്പോഴാ വെളിയിൽ വരുന്നതറിയാമോ? കുപ്പി പൊട്ടിക്കണം കേട്ടോ. When it is broken, that is what it smells. It smells. അതിന്റെ
മണം, അതിന്റെ സുഗന്ധം വ്യാപിക്കുന്നത് ആ കുപ്പി പൊട്ടി തകരുമ്പോഴാണ്. നമ്മുടെ ജീവിതങ്ങളൊക്കെ സ്വാർത്ഥതയിൽ രക്ഷപ്പെട്ട് നമ്മുടെ കഷ്ടതകൾ നമ്മളെ രൂപപ്പെടുത്തി ഉടച്ചു വാർത്ത് നമ്മുടെ ജീവിതങ്ങൾ വ്യതിയാനം വരുമ്പോഴാണ് നമ്മളെ ദൈവത്തിന്റെ സാക്ഷികളായിട്ട്, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട്, ഭംഗിയുള്ള ആയുധങ്ങളായിട്ട് നമ്മൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ അവന്റെ ആശ്വാസവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പെരുകും. നമുക്ക് ആശ്വാസപ്രദന്മാരാകുവാൻ എങ്ങനെ സാധിക്കും? അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആശ്വാസം നമ്മൾ പ്രാപിക്കുന്നത്. നമ്മുടെ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസം നമ്മൾ പ്രാപിക്കണം. രണ്ടാമത്, ഈ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമ്മൾ അനുവദിക്കണം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ വ്യതിയാനം. കൂടുതൽ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരം അതിനനുസൃതമായ രീതിയിൽ വർദ്ധിക്കണം. ദൈവകൃപ വർദ്ധിക്കണം. അവിടെ നമുക്ക് ആശ്വാസകന്മാരായിട്ട് തീരാനായിട്ട് സാധിക്കുന്നതാണ് കർത്താവ്. ശരി, രണ്ടാമത് കഷ്ടതയുടെ പ്രയോജനം. ഒന്നാമത്തത്, കഷ്ടത നമ്മളെ ആശ്വാസകന്മാരായിട്ട്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട്, മറ്റുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നവരായിട്ട് രൂപപ്പെടുത്തുവാൻ അതിന് കഴിയും എന്നുള്ളതാണ് ഒന്നാമത് അപ്പോസ്തലനായ പൗലോസ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന ഉള്ളിൽ നിർണ്ണയിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്ന 3 പോയിന്റും കൊണ്ട് ആരംഭിക്കുന്ന പോയിന്റാണ്. ഒന്ന്, ആശ്വാസകന്മാരാകാൻ സാധിക്കും. രണ്ടാമത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരാനായിട്ട് സാധിക്കും. ആശ്വാസകന്മാരായി തീരാൻ സാധിക്കും. രണ്ടാമത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരാനായിട്ട് സാധിക്കും. അതാണ് കർത്തൃയുടെ പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ആശയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി. അത് പൗലോസിന്റെ ഒരു പ്രത്യേക ഭാഷയാണ്. സഹോദരന്മാരെ, നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. ഞങ്ങൾക്ക് ആശയിലുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങളുടെ ജീവിതമാണ്. അപ്പോസ്തലനായ പൗലോസിന് നേരെ തന്റെ എതിരാളികൾ പറഞ്ഞായിരിക്കുന്ന കാര്യം പൗലോസിന് മാത്രം എന്താ ഇത്ര കഷ്ടമാണ് എന്നാണ് അവർ ചോദിച്ചത്. എന്നാൽ പൗലോസ് പറഞ്ഞു, എന്റെ പൊന്നു സഹോദരങ്ങളെ, കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. നാം നന്നായി ജീവിക്കുന്നതിനുള്ള തെളിവാണ് കഷ്ടത എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? കഷ്ടതയെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ട്. നമ്മുടെ കഷ്ടത ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? കഷ്ടത വരുന്നുണ്ട് നമ്മൾ ചെയ്യും, ഭക്തിയോടെ ജീവിക്കുന്നത് വിടും. അപ്പൊ പിന്നെ പ്രശ്നമില്ല. കഷ്ടത വരുമ്പോൾ കഷ്ടത ഒഴിവാക്കാനായിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കും ദൈവത്തിന്റെ രീതികൾക്കും ഒക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ മനസ്സ് വയ്ക്കും. അവിടെ കഷ്ടത മാറിക്കിട്ടും അല്ലെ? കഴിഞ്ഞ ദിവസം കണ്ടതായിരിക്കും ഒരു വീഡിയോയില്, അത് യഥാർത്ഥമായ വീഡിയോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരാള് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആളുകൾ, തന്റെ എതിരാളികളെല്ലാം കൂടെ വന്നിട്ട് തന്റെ കയ്യിൽ നിന്നതായിരിക്കുന്ന ബൈബിള് വാങ്ങിച്ച് മുമ്പ് വെച്ചു പറഞ്ഞു, ഇത് തുപ്പിയാൽ നിനക്ക് ജീവനോടെ പോകാം, അല്ലെങ്കിൽ നീ ചത്തിന്റെ തോക്കിനെ വെടിവെച്ച് തരുന്നത്. തുപ്പിയാ പോകാം. അപ്പൊ ഇനി കർഷകർ ചോദിച്ചിട്ടാവില്ല, എങ്ങനെയാ കർഷകർ ഒഴിവാക്കാൻ പറ്റില്ല? തുപ്പിയാ മതി. അയാൾ തുപ്പിട്ടോ? അങ്ങനെയാ വീഡിയോ കണ്ടിട്ട് തുപ്പി. ഇതിന് അവസാനം കൊച്ചു വെങ്കൊച്ചുണ്ട്. അവൾ എന്റെ പൊന്നെ, ഞാനെങ്ങനെയായി എനിക്ക് സാധിക്കില്ല. ഇതെന്താ സംഭവിച്ചെന്നുള്ള എനിക്കറിയില്ല. ഏതായാലും ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാം കഷ്ടമുണ്ടാകും. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് മനസ്സ് വെച്ചാൽ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമെന്നാണ് ദൈവത്തിന് നമ്മളോട് പറയുന്നത്. കഷ്ടത വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകും. ആശയും ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു കഷ്ടത? കഷ്ടതയുടെ കാഠിന്യം ഉണ്ടായിരുന്നു. എന്താ കഷ്ടത നമുക്കറിയില്ല കേട്ടോ. എഫേസോസിൽ വെച്ചുണ്ടായ കഷ്ടതയെ കുറിച്ച് ഒന്നിൽ പറയുന്നുണ്ട്. ഞാൻ മൃഗയുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഏതായാലും ശരി, കഷ്ടതയുടെ കാഠിന്യം എന്താ? ജീവനോടെ ഇരിക്കും എന്ന് ചിന്തിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാതെ ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. അതാണ് കഷ്ടത കാരണമുള്ളത്.
രക്ഷപ്പെടുമെന്നുള്ളതായിരിക്കുന്ന യാതൊരു സാധ്യതയുമില്ലാത്ത നിലയിൽ അത്രമാത്രം കാഠിന്യമേറിയ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നാണ് നമ്മുടെ കഷ്ടതകൾ എങ്ങനെയുണ്ട്? നമ്മൾ പരാതി പറയാനല്ലേ അതിനെക്കുറിച്ച് വന്ന് മർദ്ദനം ചെന്ന് ചന്ദ്രയോട് പറയുന്നതാണ് അടികൊള്ളുന്നു. എന്റെ മനസ്സിലാകുന്ന നമ്മുടെ കഷ്ടത വലിയ കഷ്ടതകളാണ്. വലിയ കഷ്ടതകളാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകൾ കാഠിന്യമേറിയ കഷ്ടതകളാണ്. ഞങ്ങൾ ജീവിക്കും എന്ന് യാതൊരു വിധത്തിലും ചിന്തിക്കുവാൻ സാധ്യതയില്ലാതെ ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്നുള്ള നിലയിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള നിലയിൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടവന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയാം, നമ്മുടെ കോടഞ്ചേരിയിലുള്ളതായിരിക്കുന്ന പോൾ സഹോദരൻ തന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞ അവസാനമാണ് നല്ല ജീവിതം സാധാരണ മനുഷ്യർ പറയുന്നത് എന്താണെന്നറിയോ? നല്ല ജീവിതം സാധാരണ മനുഷ്യർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ആശുപത്രിയിൽ പോകേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല, സുഗമമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് നല്ല ജീവിതം അല്ലേ? ദൈവത്തിൽ ആശ്രയിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, യോഗത്തിന് വരണ്ട, ഒരു പ്രശ്നവുമില്ല, നല്ല ജീവിതം. ഒരു മാസം ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു കുഴപ്പവുമില്ല. എന്തോ ജീവിതം, എന്തോ അനുഗ്രഹം. അത് ക്രിസ്തീയ കാഴ്ചപ്പാട് അനുഗ്രഹീതമായ ജീവിതം കേട്ടോ. നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ജീവിതങ്ങളായിത്തീരുന്നതാണ് അനുഗ്രഹീതമായ ജീവിതം എന്ന് പറയുന്നത്. കർത്താവിനെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള നിലയിൽ ജീവിക്കുന്നതാണ് അനുഗ്രഹീതമായ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം. സ്വർഗത്തിലെ ദൈവമേ, നീ എന്നോട് കരുണ ചെയ്യുന്നില്ലെങ്കിൽ എനിക്കൊരു നിമിഷം മുൻപോട്ട് പോകുവാനായിട്ട് കഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു ചുവട് വയ്ക്കുവാൻ കഴിയുകയില്ല. നീ വാതിലുകൾ തുറക്കണം, നീ എന്നോട് കരുണ ചെയ്യണം എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ നിലയിലുള്ള ജീവിതമായി അനുഗ്രഹീതമായ ജീവിതം. ഞങ്ങൾ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഞങ്ങൾ നിർണയിക്കേണ്ടതായിട്ട് വന്നു. ദൈവം ഇടപെടുന്നില്ലെങ്കിൽ രക്ഷയില്ല എന്നുള്ള നിലയിൽ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അവന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ നിലയിൽ ഞങ്ങൾ നിർബന്ധിച്ച ഘട്ടങ്ങൾ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ്. ആ ദൈവഭക്തം പറയുന്നത് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ്? എന്റെ മനസ്സിലാകുന്ന ഞാൻ പറയാം, അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരേണ്ട ആവശ്യമില്ല കേട്ടോ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിക്കാനാണ്. എന്നാൽ ചില അവസരങ്ങളിൽ സമ്മർദ്ദം കൂടാതെ, ബുദ്ധിമുട്ടുകൾ കൂടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന കേട്ടോ, അത് നമ്മുടെ ഒരു പ്രകൃതിയാണ്. കഷ്ടങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ ആശ്രയത്തിൻ്റെതായിരിക്കുന്ന ആ തൂണുകളൊക്കെ വെട്ടിമാറ്റി നമ്മൾക്ക് പിടിച്ചുകൊള്ളാമെന്ന് വിചാരിച്ചതായിരിക്കുന്ന ഇടങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. പിടിക്കാനായിട്ട് ദൈവത്തിൽ മാത്രം എന്നുള്ളൊരു നിലയിൽ വരുന്ന സ്ഥിതിയെയാണ് അനുഗ്രഹീതമായിരിക്കുന്ന സ്ഥിതിയായിട്ട് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാൻ ആർസിസ് പ്രോ എന്ന് പറയുന്നതായിരിക്കുന്ന ആള് പറഞ്ഞൊരു കഥയുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു മനുഷ്യനാണ് ഇങ്ങനെ പർവ്വതത്തില് കയറാനായിട്ട് പോയി യാത്രമാണ്. അപ്പം കേറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് കാലിൽ തെറ്റി പോയിട്ട് ഭയങ്കര കൃത്തത്തിലേക്ക് നീങ്ങി വീഴുക. വന്ന വഴിക്ക് ഒരു പിടിക്കാനായിട്ടൊരു വള്ളി, അപ്പൊ അതെനിക്കിങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുക. അങ്ങനെ തൂങ്ങിക്കിടന്ന അവസരത്തില് ഇദ്ദേഹം അങ്ങനെ ഭക്തമൊന്നുമല്ല എങ്കിലും അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ സിനിമയില് വേണ്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം വിളിച്ച് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ കർത്താവെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ശരി ഞാൻ നിന്നെ രക്ഷിക്കാം, ഈ വള്ളിയെ നമുക്ക് വിട്ടേക്കാം. അതാണ് ദൈവം രക്ഷയ്ക്കുള്ള മാർഗമായിട്ട് പറഞ്ഞത്. ഞാൻ വിളിച്ചോളാം, നീ വള്ളിയെ വിട്ടേരുന്നു. ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യം, മറ്റാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പള്ളിയെന്ന് വിടണ്ടെന്ന് പറയുന്നത് വേറെ ആരെങ്കിലും മേളിലുണ്ടോ എന്ന് പുള്ളിക്കറിയില്ലേ? ഇത് എനിബഡി എൽസ്? ദൈവം പറയുന്നത് കേൾക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് മനസ്സില്ല. നമ്മള് ജീവിതത്തിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്താ?
ദൈവത്തിൽ ആശ്രയിക്കാതെ രക്ഷപ്പെടാൻ പല വഴിയുണ്ട്. നമുക്കിതിൽ രക്ഷപ്പെടുവാനായിട്ട് ദൈവം പറഞ്ഞത് കേൾക്കാതെ രക്ഷപ്പെടാനുള്ള വഴി വല്ലതുകൊണ്ടോ? മാനസാന്തരപ്പെടാതിരിക്കാൻ, ജീവിതം വ്യതിയാനപ്പെടുത്താതിരിക്കാൻ അതിന് വല്ല സംവിധാനമുണ്ടോ? അല്ല, കഷ്ടത്തിന് ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതങ്ങളെ ദൈവിക പ്രകാരം ക്രമപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നീ മാത്രം മതി. അതിനെക്കുറിച്ച് വാൻസ് ഹാമർ എന്ന് പറയുന്നതായിരിക്കും ഒരു ദൈവഭക്ത മതപ്രസ്ഥാനം ഞാൻ ഓർക്കാം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ജീവിതത്തില് ദൈവമല്ലാതെ മറ്റാരുമില്ല എന്നൊരു സ്ഥിതി വരുമ്പോൾ, ദൈവമല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല എന്നൊരു സ്ഥിതി വരുമ്പോഴാണ് ദൈവം മാത്രം മതിയാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ when there is a situation comes in which God alone can help and there is only God, and that is when we understand that God alone is enough. ദൈവം മാത്രം മതിയാകും എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നതിനുള്ള അവസരങ്ങളിലാണ് ഞങ്ങൾ ജീവനോട് ഇരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ അത്യന്തം പാടും. എന്നാൽ അത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അത് രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ദൈവാശ്രയങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം സഹായിക്കുവാൻ മതിയായവനാണ് എന്ന് വിചാരിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള നമ്മുടെ മനസ്സെത്രത്തോളം ഉണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുവാൻ, ദൈവം പറയുന്നത് കേൾക്കുവാൻ, അതിനുള്ളതായിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കുന്ന സമീപം, അതിനകത്ത് തീരുമാനം. അതാണ് റിയൽ ഹാർട്ട് ബ്രേക്കിംഗ് സ്ട്രഗിൾസ് ഇൻ ലൈഫ്. മനുഷ്യർ കിടന്ന് പരാക്രമമൊക്കെ കാണിക്കേണ്ട രക്ഷപ്പെടാനായിട്ട് അത് യാക്കോബിന്റെ ജീവിതത്തില് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പുള്ളി ഭയങ്കര വിരുദ്ധനായിരുന്നു. യാക്കോബ് പറഞ്ഞ ആചാര്യ സത്പ്ലാനൊന്നാണ് എന്ന് പറഞ്ഞ കാലുകാരനാണ്. എന്ത് പരിപാടി ചെയ്യാൻ പോയാൽ പുള്ളി കാല് വരും, ആളുകൾ മരിച്ചിടും. അവന് തന്റെ ആളുകളുമായിട്ട് കനാൻ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ 700 ആളുകളുമായിട്ട് തന്റെ സഹോദരൻ തന്നെ നേരിടാനായിട്ട് വരുന്നു എന്നുള്ളത് തന്നെ. അപ്പൊ പുള്ളി പല തന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതായത് ആദ്യമേ പിന്നെ ദാസന്മാരെയും പരിപാടികളെല്ലാം നിർത്തി, പിന്നെ അതിനുശേഷം അത്ര ഇഷ്ടമില്ലാത്ത ഭാര്യയെ നിർത്തി, പിന്നെ അതിന് പുറകിൽ ഇഷ്ടമുള്ള ഭാര്യയെ നിർത്തി, പിന്നെ ഇഷ്ടമുള്ള പിള്ളേരെ നിർത്തി, പിന്നെ ഏറ്റവും കൂടി പുള്ളി നിന്നു. ഇവരെ എല്ലാം തട്ടിയേച്ച് വേണ്ടായിക്കൊണ്ടുവരാൻ. എന്നിട്ട് ഇവരെല്ലാം അക്കരെ കടന്നതിന് ശേഷം അന്ന് രാത്രിയിൽ അവൻ ദൈവത്തോട് മല്ല് പിടിച്ചു. ദൈവം അവന്റെ കാല് തുട ഒന്ന് അവിടെ താൻ എഴുതി. അപ്പൊ പുള്ളിയുടെ ഏറ്റവും വലിയൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഓടി രക്ഷപ്പെടാവുന്നതാണ്. കേട്ടോ, ഏശാവ് അവസാനം വന്ന് വലിയ കുഴപ്പവും കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു നിവർത്തിയില്ലെങ്കിൽ ചെയ്യും. 19-ാമത്തെയാണ് അതുപോലെ ഓടിയാണ്. അപ്പൊ അതെനിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കാലിന്റെ ഏപ്പങ്ങളായി ഇങ്ങനെ ഓടി രക്ഷപ്പെടാനൊക്കെയില്ല. അപ്പൊ അത് കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ പിടിക്കും. You have to help and you have to come through. എന്റെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. എന്റെ തന്ത്രങ്ങൾ മുഴുവനും നിന്റെ പാദമെടുത്തിൽ വയ്ക്കും. നീ എന്നെ സഹായിക്കണം, നീ എന്നോട് കരുണ ചെയ്യണം, നീ എന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതാണ് ശരിയായിരിക്കുന്ന ഇടമെന്ന് പറയുന്നതാണ്. ദൈവത്തിന്റെ വിടുതലിനായി ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു സ്ഥിതിയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അനുഗ്രഹീതമായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. When everything else is taken away and God alone is left, that's when we understand that God alone is enough. ദൈവം മതിയാകും എന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആ അവസരത്തിലാണ്. അവിടെ കഷ്ടതകൾ നമ്മളെ ആശ്വാസകന്മാരാക്കാനായിട്ടാണ്. രണ്ടാമത് കഷ്ടതകൾ എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ.
അങ്ങനെ പല മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാനിടവരും. മൂന്നാമത്തെ ആശ്വാസകന്മാരാക്കുക എന്നുള്ളതാണ്. ആശ്രയിക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആരാധനക്കാരാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ. ആരാധനക്കാരാക്കുക, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന, സ്തോത്രം ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കരുത്തുള്ള ആളുകളായിട്ട് നമ്മളെ തീർക്കുക എന്നുള്ളതാണ്. അതേപോലെ ഞങ്ങളുടെ കഷ്ടതയുടെ നടുവില് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, പലരോടും പ്രാർത്ഥന അപേക്ഷിച്ചു. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ കഷ്ടതയിലാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ നിൽക്കുക. നമ്മുടെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ നമുക്കുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ സ്നേഹിക്കുന്ന സഹോദരങ്ങളോട് പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. എന്റെ സഹോദരൻ എനിക്കൊരു ബുദ്ധിമുട്ടാകട്ടോ, എനിക്കങ്ങനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എന്നെ ഈ ബുദ്ധിമുട്ടിൽ എന്നെ ദൈവം സഹായിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയാം, പ്രാർത്ഥനകളെ കേൾക്കുന്നത് ദൈവം സ്വർഗ്ഗത്തിൽ. ദൈവം വിടുവിക്കുവാൻ മനസ്സുള്ളവനായി, പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനായി, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായിട്ട് സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിനുമാണ് നമ്മളോട് പറയുന്ന കാര്യം. എല്ലാ കഷ്ടതയും നമ്മൾ വിചാരിക്കുന്നവരോട് വിചാരിക്കുന്ന സമയത്ത് കിട്ടിയാൽ ശരിയാണ്. എന്നാൽ ആത്യന്തികമായിട്ട് ദൈവം നമ്മളെ വിടുവിക്കുന്നവനാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. There is nothing which can defeat a child of God. ദൈവ പൈതലിനെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിലുള്ള ശക്തിക്ക് സാധിക്കില്ല. ചിലപ്പോഴ് പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമായിരിക്കും, അതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നില്ല. പറഞ്ഞവൻ കണ്ണുനീരോടും നിലവിളിയോടും കൂടെ മരണത്തിൽ രക്ഷിക്കുവാൻ കഴിയുന്നവനോട് നിലവിളിച്ചു. ഈ കരച്ചിലോടും നിലവിളിയോടും കൂടെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി കർത്താവ് പ്രാർത്ഥിച്ചു. അതിന് പറഞ്ഞത് മറുപടി ലഭിച്ചിരിക്കുന്നതാണ്. എങ്ങനെ മറുപടി ലഭിച്ചേ? മരിച്ചില്ലേ? കഷ്ടത്തില്ലേ? അതാണ് പുനരുദ്ധാരണം പറയുന്നത്. മൂന്നാം നാളിൽ മരണത്തിന്റെ അധികാരത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് ദൈവം നൽകിയ മറുപടി എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കട്ടെ. എങ്കിൽ ആത്യന്തികമായിരിക്കുന്ന വിജയം നമുക്ക് ഉറപ്പാക്കി തന്നിരിക്കുകയാണ്. അതിനോട് ചേർത്ത് ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മറുപടി കിട്ടുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്, നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്നോട് ചോദിക്കാം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്ന് പറയാൻ പറ്റുന്ന എത്ര മറുപടി ഉണ്ട്? ദൈവം, ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവം എന്റെ കഷ്ടത കണ്ടു, അവൻ എന്നോട് കരുണ ചെയ്തു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായവർ മുഖം ലജ്ജിച്ചു പോയത്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു എന്ന് പറയുവാൻ കഴിയുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ പ്രാർത്ഥിക്കില്ലേ? ചിലപ്പോ നമ്മുടെ ജീവിതമൊക്കെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്, അല്ലേ? അത് സങ്കടമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? സ്വർഗത്തിന് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ്രയിച്ചു. നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അതിന് പരിഹാരം വരുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നാണ് ദൈവത്തിന് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ രീതിയിലും അതിന് പരിഹാരം വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കും എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ പ്രാർത്ഥനയുടെ ശക്തിയും അതിന്റെ പ്രയോജനവും പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഞാനും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഈ വാക്കുകൾ വായിച്ചപ്പോ ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രാർത്ഥിക്കണം, ദൈവം കേൾക്കും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ പ്രശ്നങ്ങൾക്ക്
ദൈവം നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കൊരു ആശ്രയവുമില്ല. എല്ലാം ഈ പണിക്ക് പറഞ്ഞത് എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ആശ്രയമില്ലാത്ത മനുഷ്യരല്ല. നമുക്ക് സ്വർഗത്തിലൊരു ദൈവമുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ മറുപടിയായിട്ട് ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ പരിഹാരം വരുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാൻ കഴിയുമല്ലോ. വിടുതൽ പ്രാപിച്ചതായിരിക്കുന്ന ഈ ആളുകളുടെ ആരാധന, അവരുടെ സ്തോത്രം, അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയാം, ചെങ്കടൽ കടന്നതായിരിക്കുന്ന മിരിയ, ചെങ്കടൽ കടന്നതായിരിക്കുന്ന അവർ കയ്യിൽ തപ്പുമൊക്കെ എടുത്തിട്ട് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ വിടുതലിന്റെ ആശ്വാസവും ധൈര്യവും അവരുടെ വാക്കുകളിലും അവരുടെ ജീവിതത്തിലുണ്ട്. ഓ ഫറവോനെ, അവൻ സൈന്യത്തെ സമുദ്രത്തിൽ തള്ളിക്കളഞ്ഞ് അവന്റെ അധികാരത്തിൽ ഞങ്ങളെ രക്ഷിച്ച ദൈവം എന്ന് പറയുമ്പോൾ ഭയങ്കര ആശ്വാസം. നിങ്ങളുടെ സ്തോത്രം പറയുമ്പോൾ എത്ര വെയിലുണ്ട്? സ്തോത്രം ഇല്ലയോ? സ്തോത്രം. ദൈവമേ, സ്തോത്രം പറയാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടിയിട്ട് ആളുകളെ സ്തോത്രം പറയുന്നറിയോ? നിങ്ങളെല്ലാവരും ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി, കൈകൾ ഉയർത്തി സ്തോത്രം പറയാം. എന്തോ സ്തോത്രമാണ്, എന്തോ സ്തോത്രമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് വേണ്ടി കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്തോത്രം ഒന്നും പറയരുത്. പറയാനുള്ളതായിരിക്കുന്ന അവകാശം നമുക്കുണ്ടോ അല്ലേ? വിടുതല പ്രാപിച്ച ജനത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്തോത്രം ശക്തമായിരിക്കുന്ന സ്തോത്രമാണ്. ഞാൻ നമ്മുടെ ഇടയിലുള്ള സംഭവം തന്നെ, ഞാൻ അനിത്തുമ്പഴേ അവരുടെ മകളെ മകനാണ് ഞാനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ആ കുഞ്ഞിനെ സമർപ്പിച്ച് എനിക്ക് ഒരു സന്തോഷമായിട്ടുള്ളൂ. ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ അപ്പനും അമ്മയും ആ സമീപത്ത് നിന്ന് നിങ്ങളെ നിർബന്ധിക്കണമായിരുന്നോ? ദൈവം ഞങ്ങളോട് ചെയ്ത കാരണം ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നൽകിയതാണ് മറുപടി. ശമൂവേൽ മകനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കന്യായുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന മനോഭികാരം, എന്റെ ഏലി പുരോഹിത ഈ പൈതൃക വേണ്ടിയാണ് ഒരു കാലത്ത് കരഞ്ഞത്. സ്വർഗത്തിലെ ദൈവം എന്റെ പ്രാർത്ഥനകളെ കേട്ടു. അവനെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കാം. നമ്മുടെ സ്തോത്രങ്ങൾക്ക് എത്ര ആളുണ്ട്? കഷ്ടതയിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നു. നമ്മളെ വിടുവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രങ്ങൾ ആഴമുള്ളതായിരിക്കുന്ന സ്തോത്രങ്ങളാണ്. We need to true worshippers. When God's hand can be seen and experienced in life. ജീവിതത്തിൽ ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ വിടുതലും അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവജനത്തിനാണ് ഹൃദയംഗമായിട്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മള് ആശ്വാസകന്മാരാണോ അതോ ബുദ്ധിമുട്ട് വരുത്തുന്ന ആളുകളാണ്? എന്റെ മനസ്സോദരങ്ങളെ ഞാൻ കാര്യം പറയുകയാണോ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ആവശ്യത്തിന് ദുഃഖമുണ്ട്. നമ്മൾ ആരെങ്കിലും ദുഃഖം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ശരി, ഇന്ന സഹോദരിച്ച ദുഃഖം കുറവാന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് നമ്മളെ പകയായിട്ട് ഒരു ഇച്ചിരി ദുഃഖം, അദ്ദേഹം ദുഃഖമില്ലാതെ സങ്കടപ്പെട്ടിരിക്കില്ലേ? എന്റെ പൊന്നേ, ആവശ്യമില്ലേ? ഈ ലോകത്തിന് ആവശ്യത്തിനുള്ളതായിരിക്കും ദുഃഖമുണ്ട്. ദുഃഖം വഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇഞ്ച്, ഒരൗൺസ് ആശ്വാസം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ദൈവമക്കളുടെ ശുശ്രൂഷ എന്ന് പറയുന്നതാണ്. ദൈവം നമ്മളെ ലോകത്തിലേക്ക് വെച്ചിരിക്കുന്നത് നമ്മളെ ആശ്വാസകന്മാരായിട്ട്. ഹൃദയം തകർന്ന, വേദനപ്പെടുന്ന, നിരാശപ്പെടുന്ന, പ്രതീക്ഷയില്ലാത്ത മനുഷ്യജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നവരോട് പറയുവാൻ, ആ അനുഭവം പങ്കുവയ്ക്കുവാൻ, അതാണ് ദൈവം നമ്മളെ വിളിച്ചതിന് ഉദ്ദേശം. രണ്ടാമത് നമ്മുടെ ദൈവാശ്രയങ്ങളുണ്ട്. അവൻ നമ്മളെ ആശ്വാസകന്മാരെ മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് കഷ്ടങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നത്. നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ കത്തി വേർപെട്ടതായിരിക്കുന്ന എല്ലാ അഴുക്കും അതിനുള്ളതായിരിക്കുന്ന മാലിന്യവും നീക്കം ചെയ്ത്
ഓ, കർത്താവിനോട് പറ്റി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവ മനുഷ്യരായിട്ട് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് നമ്മുടെ ജീവിതങ്ങൾ. മൂന്നാമത് പറയാൻ സാധിക്കുന്നത്, ഈ കഷ്ടത നമ്മളെ ആരാധകന്മാരായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വിടുതലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നൽകുന്നതായിരിക്കുന്ന ഉത്തരങ്ങളും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ആരാധകന്മാരാക്കി നമ്മളെ രൂപപ്പെടുത്തും. We are comforters. We are people who trust in God. We are worshippers. അതാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അതിനായി നമ്മളെ സഹായിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ കഷ്ടങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടങ്ങളുടെ നടുവില് ദൈവത്തിങ്കിൽ നിന്ന് ഞങ്ങൾ ആശ്വാസം പ്രാപിച്ച് ആശ്വാസകന്മാരാകുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ കഷ്ടങ്ങൾ ആഴമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളാക്കി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ കഷ്ടങ്ങൾ നടുവിൽ ഇറങ്ങി വന്ന് ഞങ്ങളോട് കരുണ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ, അവന്റെ വിടുതൽ ഞങ്ങളെ ആരാധകന്മാരാക്കി രൂപപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ